students, welcome back to online class. So before we start our next section, we can recollect what we have learned in our previous class. So what we learned in our last class, we discussed about the place value chart, decimal numbers with 1000 as denominator. Next, write in decimal and write in fraction. Next one important thing, like decimal and unlike decimal. ഓക്കെ ഓർമ്മയുണ്ട് എല്ലാവർക്കും. സോ നമ്മൾ ഇതിൽ പ്ലേസ് വാല്യൂ ചാർട്ടൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഈസ് 58.765. എല്ലാത്തിൻ്റെ പ്ലേസസ് ഒന്ന് പറയാവോ? പ്ലേസസ്, ദിസ് ഈസ് ഓൺ ടെൻസ് പൊസിഷൻ, ദിസ് ഈസ് ഓൺ വൺസ് പൊസിഷൻ, ആൻഡ് ദിസ് ഈസ് ദ ഡെസിമൽ പോയിന്റ്, ആൻഡ് 7 ഈസ് ഓൺ 10th പൊസിഷൻ. Next 6 is on 100th. Next 1000th. ഓക്കെ, ഓർമ്മയാണല്ലോ. ഡെസിമൽ പോയിന്റ് ലെഫ്റ്റിലോട്ട് വരുമ്പോൾ 1s 10s 100 അങ്ങനെ പോകുന്നു. റൈറ്റിലോട്ട് 10th 100th 1000. നമ്മൾ പിന്നെ പറഞ്ഞത് നമ്മൾ കുറേ ചെയ്തു ഫ്രാക്ഷൻസ്. ഡെസിമൽ നമ്പർ എന്നിട്ട് ഫ്രാക്ഷനിലോട്ട് എഴുതാനും ഫ്രാക്ഷൻ തന്നിട്ട് ഡെസിമലിലോട്ട് എഴുതാനും അല്ലേ. നമ്മൾ വേർഡ്സിൽ നിന്ന് എഴുതി പഠിച്ചു. വേർഡ്സിൽ നിന്നും ഡെസിമൽ നമ്പറിലോട്ട് എഴുതാനും ഡെസിമൽ ഫോമോ ഫ്രാക്ഷൻ ഫോമോ തന്നിട്ട് വേർഡ്സ് എഴുതാനും പഠിച്ചു. ഇനി നമുക്ക് കുറേ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറേ ചെയ്യാം, അതൊന്ന് ക്ലിയർ ആവാൻ വേണ്ടി. പിന്നെ ലൈക്ക് ഡെസിമൽ ആൻഡ് അൺലൈക്ക് ഡെസിമൽ എന്തായിരുന്നത്? ഇപ്പോൾ ഇതിൽ ലൈക്ക് ചെയ്ത് അൺലൈക്ക് ചെയ്ത് ഫസ്റ്റ് വൺ നോക്കുക. ലൈക്കും അൺലൈക്ക് എന്തായിരുന്നു? ഡെസിമൽ നമ്പേഴ്സ് ഹാവിങ് സെയിം നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ്. ദാറ്റ് മീൻസ് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് സെയിം നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഉണ്ടായിരിക്കണം. ഡെസിമൽ പ്ലേസസ് സെയിം ആയിരിക്കണം. ഫസ്റ്റ് ഈ റോയിൽ നോക്കി, ഫസ്റ്റ് എക്സാമ്പിൾ 36.05 ഡെസിമൽ നമ്പർ കഴിഞ്ഞ് 2 ഡിജിറ്റ് അല്ലേ. ഇവിടെ 2 ഡിജിറ്റ്, ഇത് 2 ഡിജിറ്റ്. അപ്പോൾ ഈ ഗ്രൂപ്പ് എന്താണ്? ലൈക്ക് ഓർ അൺലൈക്ക്? ലൈക്ക്. നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻ അൺലൈക്ക് ഫ്രാക്ഷൻ പോലെ. നെക്സ്റ്റ് വൺ നോക്ക്. ഇവിടെ ഡെസിമൽ നമ്പർ കഴിഞ്ഞ് 1 ഡിജിറ്റ്, ഡെസിമൽ നമ്പർ കഴിഞ്ഞ് 3 പ്ലേസ്, ഡെസിമൽ നമ്പർ കഴിഞ്ഞ് 2 പ്ലേസ്. ഡിഫറൻ്റ് അല്ലേ? സോ ഡെസിമൽ പ്ലേസസ് ഡിഫറൻ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും അൺലൈക്ക്. നമ്മൾ ഇനി ഇടയ്ക്ക് ഒരു സെക്ഷൻ വരുന്നുണ്ട്, അൺലൈക്ക് തന്നാൽ എങ്ങനെ ലൈക്ക് ആക്കി മാറ്റാമെന്ന്. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സെക്ഷനിലേക്ക് കിടക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് കമ്പയർ ദ ഡെസിമൽ നമ്പേഴ്സ്. നമ്മൾ ചെയ്തിട്ടുള്ളതാണല്ലേ. കമ്പയർ ദ നമ്പേഴ്സ് ചെയ്തിട്ടുണ്ട്, കമ്പയർ ദ ഫ്രാക്ഷൻസ് ചെയ്തിട്ടുണ്ട്. എന്താണ് കമ്പയർ മീൻസ്? യൂസ് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ. നമ്പറിൽ ഏതാണ് വലുത് ഏതാണ് ചെറുത്, ഈക്വൽ ആണോ അതൊക്കെ ചെക്ക് ചെയ്യുക. അതാണ് കമ്പയറിങ്, താരതമ്യം നോക്കുക. സോ നമുക്കിവിടെ 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഡെസിമൽ നമ്പർ കമ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ചാപ്റ്റർ വളരെ സിമ്പിളാണ്, അല്പം ലെങ്തി ആണെന്നേ ഉള്ളൂ. ഡെസിമൽ നമ്പർ എന്നുള്ള കൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലായാൽ എല്ലാ കാര്യവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 25.34 25.24 വിച്ച് നമ്പർ ഈസ് ഗ്രേറ്റർ? നമ്മൾ നമ്പർ ഏതാണെന്ന് നോക്കുന്നത്. ഇപ്പം ഞാൻ എല്ലാം ലെഫ്റ്റ് സൈഡ് ഒരുപോലുള്ള നമ്പർ എഴുതി വെച്ചിരിക്കുന്നത്. അല്ലാത്ത ഒന്നുകൊണ്ട് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. 25.34 ആൻഡ് 25.24 ഒന്ന് നോക്കാം. ഇവിടെയും 25 പോയിന്റ് ആണ്, 25 പോയിന്റ് ആണ്. ലെഫ്റ്റ് സൈഡ് രണ്ടും ഈക്വൽ ആണ്. ഇപ്പം നമുക്ക് എക്സാമ്പിൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആണ് 25.34 നമ്മൾ ബോക്സ് തന്നിട്ട് ഇവിടെ ഒരു 26.24 ആണ്. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നെങ്കിൽ നമുക്ക് നോക്കും, ഇത് 25 പോയിന്റ് ആണ്, 26 പോയിന്റ് ആണ്. അപ്പം നമുക്കറിയാം 25-നേക്കാളും ഗ്രേറ്റർ ആണ് 26. അപ്പം നമ്മൾ എന്ത് കൊടുക്കും? ഗ്രേറ്റർ സൈൻ ഇങ്ങോട്ട് കൊടുക്കും അല്ലേ. അപ്പം നമുക്ക് പക്ഷേ ഇവിടെ അങ്ങനെയല്ല വന്നിരിക്കുന്നത്. എന്താ? ലെഫ്റ്റ് ഡെസിമൽ പോയിന്റിന് മുമ്പുള്ള നമ്പർ സെയിം ആണ്. ഇവിടെയും 25 ആണ്, ഇവിടെയും 25 ആണ്. അപ്പോൾ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞുള്ള നമ്പറുകളാണ്. അപ്പം നമുക്ക് ചെക്ക് ചെയ്യണം. ഇങ്ങനെ വന്നില്ലെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു. ഡെസിമൽ പോയിന്റിന് മുമ്പുള്ള നമ്പർ ഇപ്പം 99-ഉം 102-ഉം തന്നാൽ നമുക്കറിയാം 102 ആണ് ഗ്രേറ്റർ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കൊടുക്കാം അല്ലേ. ഞാൻ പറഞ്ഞത് അതിപ്പോൾ 99.97
ഇപ്പോൾ 102.6 രണ്ടും ഡെസിമൽ നമ്പേഴ്സ് ആണ്. ഏതാണ് ഗ്രേറ്റർ? ഹിയർ 99 പോയിന്റ്, ഹിയർ 102 പോയിന്റ്. ഡെസിമൽ പോയിന്റിന് മുമ്പുള്ള നമ്പർ നോക്കാം. ഒരിടത്ത് 99 ആണ്, ഒരിടത്ത് 102 ആണ്. നമുക്കറിയാം 102 എന്ന് പറയുന്നത് 99നേക്കാൾ ഗ്രേറ്റർ ആണ്. അപ്പോൾ എങ്ങോട്ട് സൈൻ ഇടാം? അത് എങ്ങോട്ടാണോ വരുന്നത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ചെയ്യുമ്പോഴോ, ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ ചോദിച്ചോല്ലേ? ഫസ്റ്റ് വൺ 25.34, അടുത്ത 25.24. സോ ഫസ്റ്റ് രണ്ടും ഓക്കെ ആണ്, 25. അപ്പൊ നമ്മൾ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് വരുന്ന നമ്പറാണ് ചെക്ക് ചെയ്യേണ്ടത്. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് വന്നിരിക്കുന്ന ഏതാണ്? 343. അവിടെ നോക്കുക, അവിടെയും 3 ആണെങ്കിൽ നമ്മൾ അടുത്ത നമ്പർ ചെക്ക് ചെയ്യേണ്ടി വരും. ഇവിടെ വന്നിരിക്കുന്നത് 2. 3 ആണോ 2 ആണോ ഗ്രേറ്റർ? 3 ആണ് അല്ലേ? അപ്പൊ 25 പോയിന്റ് കഴിഞ്ഞ് ഇവിടെ 3 വന്നിരിക്കുന്നു, ഇവിടെ 2 വന്നിരിക്കുന്നു. 3 ഗ്രേറ്റർ ആയതുകൊണ്ട് നമ്മുടെ ഏത് നമ്പർ ആയിരിക്കും ഗ്രേറ്റർ? ദിസ് നമ്പർ. ഓക്കെ, അടുത്തത് 2.243, 2.342. ഫസ്റ്റ് ഡെസിമൽ പോയിന്റിന് മുമ്പ് 2 ആണ്, ഇവിടെയും 2 ആണ്, ഇവിടെയും 2 ആണ്. ഓക്കെ, ഇനി ഡെസിമൽ പോയിന്റ് കഴിഞ്ഞു 243 എന്നാണ് ഇവിടെ. നമുക്ക് ഓരോ നമ്പറായിട്ട് ചെക്ക് ചെയ്യണം. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നത് 2, ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് വന്നിരിക്കുന്നത് 3. ഇതിൽ ഏതാണ് വലുത്? 2 ആണോ 3 ആണോ? 3. അതുകൊണ്ട് നമുക്ക് ഏത് നമ്പർ ആയിരിക്കും വലുത്? ഈ നമ്പർ. തേർഡ് ക്വസ്റ്റ്യൻ 0.980.908. ഡെസിമൽ പോയിന്റിന് മുമ്പ് രണ്ട് സൈഡിലും 0 ആണ്. ഓക്കെ, നോ പ്രോബ്ലം. നെക്സ്റ്റ് 0.9. 0 പോയിന്റ് കഴിഞ്ഞ് ഫസ്റ്റ് ഡിജിറ്റ് വന്നിരിക്കുന്നത് 9 ആണ്. ഇവിടെ നോക്കാം, പോയിന്റ് കഴിഞ്ഞ് ഫസ്റ്റ് ഡിജിറ്റ് വന്നിരിക്കുന്നത് 9 ആണ്. അപ്പൊ രണ്ടിടത്തും ഫസ്റ്റ് ഡിജിറ്റ് ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ എന്ത് നോക്കണം? സെക്കൻഡ് ഡിജിറ്റ്. നമ്മൾ സാധാരണ നമ്പർ കമ്പയർ ചെയ്യുന്ന പോലെ തന്നെ 9 പോയി, അടുത്തത് പോയിന്റ് കഴിഞ്ഞ് സെക്കൻഡ് ഡിജിറ്റ് ഇവിടെ 8 ആണ്, സെക്കൻഡ് ഡിജിറ്റ് ഇവിടെ 0 ആണ്. 8 ആണോ 0 ആണോ ഗ്രേറ്റർ? 8. സോ ഏത് നമ്പർ ആയിരിക്കും ഗ്രേറ്റർ? ഈ നമ്പർ. ഇത് പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റേ ഉള്ളൂ, ഇത് പോയിന്റ് കഴിഞ്ഞ് 3 ഡിജിറ്റ് ഉണ്ട്. അതുകൊണ്ട് ഇത് വലുതാണെന്ന് പറയരുത്. അത് നമ്മുടെ നോർമൽ നമ്പറുകളിലാണ് 2 ഡിജിറ്റ് നമ്പർ 3 ഡിജിറ്റിനേക്കാൾ ചെറുതെന്ന് വരുന്നത്. ഇവിടെ നമ്മൾ പോയിന്റ് കഴിഞ്ഞ് ഓരോ ഡിജിറ്റും ലാർജ് ചെയ്ത് സ്മാൾ ചെയ്തെന്ന് നോക്കണം കേട്ടല്ലോ. നമ്മൾ സാധാരണ നമ്പർ ഇപ്പൊ 98 908 ആയിരുന്നെങ്കിൽ ഏതാ വലുത്? 908 നോർമൽ നമ്പേഴ്സിൽ. പക്ഷേ ഇത് ഡെസിമൽ നമ്പറാണ്. ഡെസിമൽ നമ്പർ നമ്മൾ നോക്കേണ്ടത് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് വരുന്ന ഓരോ നമ്പർ ചെക്ക് ചെയ്യണം. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഫസ്റ്റ് ഇവിടെ 9, അവിടെ 9. സോ ഫസ്റ്റ് പ്ലേസ് ഓക്കെ, സെക്കൻഡ് പ്ലേസ് ഓക്കെ. ഇപ്പൊ 8 ആണ്, അവിടെ 0 ആണ്. 8 ആണ് 0യേക്കാളും ഗ്രേറ്റർ, അതുകൊണ്ട് ഈ നമ്പർ ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് 3.81, 3.810. രണ്ടിടത്തും 3 ആണ് ഡെസിമൽ പോയിന്റ് മുമ്പ്. അടുത്ത നമ്പർ നോക്കുക, നമ്മൾ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഫസ്റ്റ് പ്ലേസ് 8, ഇവിടെ 8. അടുത്ത നമ്പർ 1, ഇവിടെയും 1. പിന്നെ ഇവിടെ ഒരു 0 കിടപ്പുണ്ട്. അതുകൊണ്ട് ഇതായിരിക്കും വലുത് എന്ന് വിചാരിക്കരുത്. ഞാൻ പലവണ പറഞ്ഞിട്ടുണ്ട്, പോയിന്റ് കഴിഞ്ഞ് ലാസ്റ്റ് വരുന്ന 0യ്ക്ക് എന്തില്ല? വാല്യൂ ഇല്ല. ഇത് നോക്ക് 3.81, ഇതും 3.81 ഉള്ളൂ. ഈ 0 വെറുതെ കൊടുത്തേക്ക് നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ. ഇപ്പം 3.81000000 എന്ന് പറഞ്ഞാൽ അതിന്റെ ആക്ച്വൽ വാല്യൂ 3.81 എന്നേ ഉള്ളൂ കേട്ടോ. 3.80001 ഇതിന് വാല്യൂ ഉണ്ട്. കാരണം എന്താ? ആ 0 കഴിഞ്ഞ ഒരു നമ്പറിൽ ഒരു ഡിജിറ്റ് വരുന്നുണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് ലാസ്റ്റ് വരുന്ന സീറോസിന് വാല്യൂ ഇല്ല. അപ്പൊ ഇതും 3.81 ആണ്. ഇവിടെ 3.810 എന്ന് പറഞ്ഞാലും 3.81 ആണ്. അപ്പൊ എന്താണ്? ഈക്വൽ ആണ്. ലാസ്റ്റ് വൺ നോക്കിയേ, 100.199, 100.2, 100 ആണ്. ലെഫ്റ്റ് രണ്ടിടത്ത് 100 ആണ്. ഓക്കെ, ഇനി ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഫസ്റ്റ് നമ്പർ ഇവിടെ 1 ആണ്, ഇവിടെ 2. ബാക്കി എത്ര നമ്പർ ഉണ്ടായാലും നോക്കണ്ട. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഫസ്റ്റ് നമ്പർ നോക്കുക. ഫസ്റ്റ് നമ്പർ ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ ലാർജ് വന്നു കഴിഞ്ഞാൽ ആ നമ്പർ ആയിരിക്കും വലുത്. നെക്സ്റ്റ് നമ്പർ ഇവിടെ 99 ഉണ്ട്, അവിടെ നമ്പർ ഇല്ലെന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട. അതൊക്കെ നോർമൽ നമ്പറിന്റെ കേസിലാണ്. ഡെസിമൽ നമ്പേഴ്സിന്റെ കേസിൽ കമ്പയർ ചെയ്യുന്ന ഡെസിമൽ ലെഫ്റ്റ് സൈഡ് ഓക്കെ ആണെങ്കിൽ ആദ്യം ഇതുപോലെ ആണെങ്കിൽ എളുപ്പമാണ്. 25, 26 എന്നൊക്കെ ആണെങ്കിൽ ലാർജ് നമ്പറിന്റെ കൂടെ ഗ്രേറ്റർ സൈൻ വരും. അല്ലല്ലേ ഈ ഡെസിമൽ പോയിന്റ് ലെഫ്റ്റ് സൈഡ് സെയിം ആണെങ്കിൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞുള്ള ഓരോ ഡിജിറ്റും ചെക്ക് ചെയ്യണം, ഏതാണ് ലാർജ് ഏതാണ് സ്മാൾ ആണ്. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഹൗ ക്യാൻ വി കൺവേർട്ട് അൺലൈക്ക് ഡെസിമൽ ഇൻടു ലൈക്ക് ഡെസിമൽ. നമ്മൾ അൺലൈക്ക് ഡെസിമലും ലൈക്ക് ഡെസിമലും ഒക്കെ നമ്മൾ പഠിച്ചു. എന്താണ് ലൈക്ക് ഡെസിമൽ? നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു ലൈക്ക് ഡെസിമൽ മീൻസ് ഡെസിമൽ നമ്പേഴ്സ് ഹാവിങ് സെയിം നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ഇല്ലേ. പറഞ്ഞാൽ കുറച്ച് ഡെസിമൽ നമ്പേഴ്സ് എടുക്കുമ്പോൾ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് വരുന്ന
പ്ലേസസ് ഈക്വൽ ആയിരിക്കണം. 3 നമ്പർ എടുത്താൽ 3 എണ്ണത്തിലും ഇപ്പം എല്ലാത്തിലും ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒന്നുകിൽ 2 എണ്ണം വീതം, അല്ലെങ്കിൽ 3 പ്ലേസ് വീതം, 1 പ്ലേസ് വീതം, 4 പ്ലേസ് വീതം, എത്ര നമ്പർ എടുത്താലും ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് വരുന്ന പ്ലേസസുകളുടെ എണ്ണം ഈക്വൽ ആയിരിക്കണം. അതാണ് ലൈക്ക്. ഡിഫറെൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അൺലൈക്ക്. നമുക്ക് ഇനി കുറച്ച് അൺലൈക്ക് ഡെസിമൽ തരും, ഓരോ ഗ്രൂപ്പ് തരണ്ട. ഇതെല്ലാം അൺലൈക്ക് ആണ്. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 1 പ്ലേസ്, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 പ്ലേസ്. ഇവിടെ ഡെസിമൽ പോയിന്റേ ഇല്ല. ഇവിടെ നോക്കാം, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 3 എണ്ണം, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 1 പ്ലേസ്, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 എണ്ണം. ഇവിടെ 2, 1, 3. അൺലൈക്കാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കിനി ഇതിനെ ലൈക്ക് ആക്കണം. എങ്ങനെയാണ് ലൈക്ക് ആക്കുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ലൈക്ക് ആക്കുന്നത്. നമ്മൾ ഈ അൺലൈക്ക് ഫ്രാക്ഷൻ ലൈക്ക് ഫ്രാക്ഷൻ ആക്കുന്ന രീതികളൊന്നും അതൊക്കെ നിങ്ങൾക്ക് ഹയർ ക്ലാസ്സുകളിലേ ഉള്ളൂ. പക്ഷേ ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിട്ടാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. നമുക്കിനി ഈ ചാപ്റ്റർ എക്സ്പാൻഡ് ഫോം, ഷോർട്ട് ഫോം, അഡീഷൻ, സബ്ട്രാക്ഷൻ, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് ചാപ്റ്ററിൻ്റെ ഡെപ്ത് മനസ്സിലാക്കി ഓരോ കൺസെപ്റ്റും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തന്നെ പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിന് ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം, ഓരോ ക്വസ്റ്റ്യൻ അൺലൈക്കിനെ ലൈക്ക് ആക്കാൻ തരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം, തന്നിരിക്കുന്ന ഗ്രൂപ്പ് നോക്കുക. ഗ്രൂപ്പ് നോക്കിയിട്ട് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ പ്ലേസസ് വന്നിരിക്കുന്ന നമ്പർ ഏതാണെന്ന് നോക്കുക. ഇവിടെ നോക്കുക, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 1 പ്ലേസ്, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 പ്ലേസ്. ഇവിടെ ഡെസിമൽ പോയിന്റേ ഇല്ല. ഡെസിമൽ പോയിന്റേ ഇല്ലെന്ന് പറയുമ്പോഴേ നമ്മളിപ്പോൾ വേറെ നമ്പർ വേണ്ട. ഇപ്പോൾ 3 എന്ന് പറയുന്നത് നമുക്ക് ഡെസിമൽ നമ്പറായിട്ട് എഴുതാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാം. വേണ്ട 3.0 എന്നോ 3.000 എന്നൊക്കെ എഴുതി. ഈ പോയിന്റ് കഴിഞ്ഞ് വരുന്ന സീറോയ്ക്ക് എന്തില്ല, വാല്യൂ ഇല്ല. പക്ഷേ ഡെസിമൽ നമ്പർ ആണോ എന്ന് ചോദിച്ചാൽ എന്താ, ഡെസിമൽ നമ്പർ ആയി. ഉണ്ടോ, നമുക്ക് അങ്ങനെയൊക്കെ എഴുതി വെക്കാം. ഇവിടെ നോക്കുക, ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 1 പ്ലേസ്, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 പ്ലേസ്. ഇവിടെ ഡെസിമൽ പോയിന്റ് ഇല്ല. ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ പ്ലേസസ് വന്നൊക്കെ നമ്പർ ഏതാ, ഈ രണ്ടാമത്തെ നമ്പർ അല്ലേ. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 പ്ലേസ്. സോ നമ്മൾ ലൈക്കിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ, ലൈക്ക് എന്ന് പറയുമ്പോൾ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് പ്ലേസസിന്റെ എണ്ണം ഈക്വൽ ആയിരിക്കണം. ലൈക്കിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഡെസിമൽ പ്ലേസസിന്റെ എണ്ണം നോക്കണം. പോയിന്റ് കഴിഞ്ഞ് ഇവിടെ 2 പേരല്ലേ. അങ്ങനെയാണെങ്കിൽ എല്ലാ നമ്പറിന്റെയും ഡെസിമൽ പോയിന്റ് കഴിഞ്ഞുള്ള പ്ലേസസിന്റെ എണ്ണം എത്ര ആക്കണം, 2 ആക്കണം. ഏറ്റവും കൂടുതൽ വന്നത് നോക്കണം. ഇവിടെ ഏറ്റവും കൂടുതൽ വന്നത് 2 പ്ലേസാണ്. അതെങ്ങനെ ആക്കുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പോകാന്നേ. താണ്ടെ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ പോകാം. ആദ്യത്തെ നമ്പർ നമ്മൾ എഴുതി 3.5. പോയിന്റ് കഴിഞ്ഞ് 1 പ്ലേസേ ഉള്ളൂ. 1 പ്ലേസ് കൂടെ വേണം. ആളില്ലെങ്കിൽ എന്ത് ഇട്ട് കൊടുക്കും നമ്മൾ, ആസ് യൂഷ്വൽ നോർമൽ വി പുട്ട് 0. ഇപ്പം ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 പ്ലേസ് ആയില്ലയോ. 0 എഴുതിയാൽ 0ക്ക് വാല്യൂ ഇല്ല. ഓക്കെ, ബട്ട് 2 പ്ലേസ് ആയോ. ഓക്കെ, നമ്മൾ അത്രയും ചെയ്താൽ മതി. സെക്കൻഡ് നമ്പർ നമ്മൾ വല്ലതും ചെയ്യണോ, വേണ്ട. ഈ നമ്പർ ബേസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത്. ഇതിന് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 പ്ലേസ് ഉണ്ട്. തേർഡ് നമ്പർ 9. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ 9ന്റെ കൂടെ ഡെസിമൽ പോയിന്റേ ഇല്ല. അപ്പൊ നമ്മൾ ഡെസിമൽ പോയിന്റ് കൊടുത്തു. ഇനി എത്ര പ്ലേസ് വരണം, 2 പ്ലേസ് വരണം. അപ്പൊ എന്ത് കൊടുക്കുക, പുട്ട് 2 zeros. ഇപ്പൊ നോക്ക്, ദീസ് ആർ ലൈക്ക് ഡെസിമൽ. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 പ്ലേസ്, ഇവിടെ 2 പ്ലേസ്, 2 പ്ലേസ്. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഇതുപോലെ നോക്കണം. അവിടെ 2 പറഞ്ഞാൽ ഇവിടെ 2 വിചാരിക്കുന്നത്. ഓരോ ഡെസിമൽ നമ്പറും ചെക്ക് ചെയ്യണം. ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 3 പ്ലേസ്, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 1 പ്ലേസ്, ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 പ്ലേസ്. ഹയസ്റ്റ് വന്നേക്കുന്ന എവിടെ, ഇവിടെ. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 3 പ്ലേസ് ഉണ്ട്. സോ നമ്മൾ ലൈക്ക് ആക്കുമ്പം എല്ലാ ഡെസിമൽ നമ്പറിലും ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്ര പ്ലേസ് വരണം, 3 പ്ലേസ് വരണം. നോക്കാം. ഫസ്റ്റ് നമ്പർ 0.138. ഇതിനെ വല്ലതും ചെയ്യണോ, ഇനി വേണ്ട. ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 3 പ്ലേസ് ഉണ്ട്. 3 എണ്ണമാണ് നമ്മൾ ആക്കാൻ പോകുന്നത്. സെക്കൻഡ് 95.9. ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്ര പേരേ ഉള്ളൂ, 1 പ്ലേസേ ഉള്ളൂ. അപ്പൊ 2 പേരെ കൂടെ ചേർക്കണമെങ്കിൽ എന്ത് ചെയ്യണം, 2 0 കൊടുക്കുക. ഓക്കെ. തേർഡ് നമ്പർ 100.23. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്ര പേരുണ്ട്, 2 പ്ലേസ്. 3 എണ്ണം വരണമെങ്കിൽ 1 പോയിന്റ്. ഇപ്പൊ നോക്കൂ, എല്ലാ നമ്പറിലും ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 3 പ്ലേസ്. ഇവിടെയും 3 പ്ലേസ്, ഇവിടെയും 3 പ്ലേസ്. നമ്മൾ ഏറ്റവും ഹയസ്റ്റ് നോക്കാൻ കാര്യം എന്താ, നമ്മളിപ്പം ഇപ്പൊ ഈ ഒരെണ്ണം എടുക്കുന്നതെന്ന് വെച്ചു, നമുക്ക് ഈ ഡെസിമൽ നമ്പർ ഇങ്ങോട്ട് കുറയ്ക്കാൻ പറ്റുമോ? ഇപ്പൊ 95.9 എല്ലായിടത്തും നമ്മൾ 1 ആക്കണമെന്ന് വെച്ചാൽ നടക്കുമോ?
ഇവിടെ 2 എണ്ണം ഉണ്ട് 3 എണ്ണം ഉണ്ട്. ഇതിനെ ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷേ നമ്മൾ കുറഞ്ഞിരിക്കുന്നത് നമുക്ക് കൂട്ടാൻ പറ്റൂലേ? ഓരോ 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 ഡെസിമൽ പ്ലേസേ ഉള്ളൂ. ഒരു 0 കൂടെ കൊടുത്താൽ 3 ആയി. പക്ഷേ ഈ 2 എണ്ണം ഉള്ളതിനെ നമുക്ക് 1 ആക്കാൻ പറ്റുമോ ഇവിടെ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഹയസ്റ്റ് നോക്കുന്നത്. ഓക്കെ, നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ. ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 പ്ലേസ്, ഇവിടെ 1 പ്ലേസ്, ഇവിടെ 3 പ്ലേസ്. അപ്പം നമ്മൾ ഏതെടുക്കും? ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 3 പ്ലേസ്, ഹയസ്റ്റ് ആണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ എല്ലാ നമ്പറിനെ എന്താക്കണം? ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 3 പ്ലേസ് ആക്കണം. നമ്മളിവിടെ 25.25. പക്ഷേ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 പ്ലേസുകളിലും 3 ആക്കാൻ 1 0. ഇത് നോക്കുക, 1.3. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഒരാളേ ഉള്ളൂ, നമുക്ക് 3 പ്ലേസ് വേണം. അതിനെന്ത് ചെയ്യുക? 2 0 കൂടെ കൊടുക്കുക. ഇത് നോക്കി, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 3 പ്ലേസ് ഓൾറെഡി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ലൈക്ക് ചെയ്യണ്ട. ഇപ്പൊ അൺലൈക്ക് ആയിട്ട് തന്നു കഴിഞ്ഞാൽ ലൈക്ക് വയ്ക്കാൻ പഠിച്ചല്ലോ. സോ നമ്മൾ അൺലൈക്കിനെ ലൈക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് പഠിച്ചു, കമ്പാരിസൺ പഠിച്ചു. ഓരോ ചാപ്റ്റർ ഓരോ പോർഷനും ഡീപ്പായിട്ട് തന്നെയാണ് പോകുന്നത്, കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, ടുഡേ വി ക്യാൻ കൺക്ലൂഡ് അവർ സെക്ഷൻ. വിൽ ബി സീ ഓൺ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.